പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നന്നായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് സാധാരണ ബലിയർപ്പിക്കാറുള്ള പോലെ ഒരു ഒരു പടി കൂടി അഭിഷേകത്തോടെ ബലിയർപ്പിച്ചിട്ടാണ് ഈ വീഡിയോ കേൾക്കുന്നത്. അച്ഛനറിയാം. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പലരും പറഞ്ഞു, പരസ്പരം അറിയിക്കുന്നുണ്ട്. ടീച്ചേഴ്സും പലരും അച്ഛനെ വിളിച്ച് പറഞ്ഞു. ഞങ്ങളോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഞങ്ങൾ അവരുടെ പ്രാർത്ഥന സഹായമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. അതൊക്കെ വലിയൊരു ഒരു കൂട്ടായ്മയാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും അതുപോലെ ഒരുമിച്ച് തിന്മയ്ക്കെതിരെ പടപൊരുതിയില്ലെങ്കിൽ നമ്മൾ ഛിന്ന ഭിന്നമായി പോകും. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെ, അതുപോലെ ധ്യാനത്തെ കേന്ദ്രത്തിൽ ശുശ്രൂഷകർ, അവരൊക്കെ ഈ 13-ാം തീയതിയിൽ നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളും പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 37:7. അവിടെ നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവിന്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തെ കാത്തിരിക്കുക, ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. അതായത് നിനക്ക് ഒരുപാട് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം, നീ പക്ഷെ സ്വസ്ഥമായിരിക്കുക, അവിടത്തെ കാത്തിരിക്കുക. എന്നിട്ട് പറയാണ്, ചിലപ്പോ തോന്നിവാസം ജീവിച്ച് നടക്കുന്ന മനുഷ്യരെ അവര് ഭൗതികമായ അഭിവൃദ്ധിയൊക്കെ അവർക്ക് കണ്ടത്, അയ്യോ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ, അങ്ങനെ നീ വേദനിക്കൊന്നും വേണ്ട. ദൈവം തക്ക സമയത്ത് ഇടപെടും. നീ കാത്തിരിക്കുക, ദൈവം ഇടപെടും. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ 10 ആഴ്ചയിലെ നമ്മളുടെ വ്യാഴാഴ്ചകൾ വിടുതലിന്റെ ശുശ്രൂഷയിൽ ശരിക്കും നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. കർത്താവ് തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവെ, ഈ ഒരു കൃപ ഓരോ മക്കൾക്കും, പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച ദിനത്തിലെ അമ്മയുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും നൽകണം. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.